വൈകുന്നേരത്തെ ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, അതൊരു ചടങ്ങാണ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ മക്കളെ കാര്യം ആലോചിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യപ്പി നൂഡിൽസാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളിയാണ് കേട്ടോ. രണ്ടും കഴുകി കൊണ്ടുവന്നിട്ട് ക്യാരറ്റ് ഞാൻ അങ്ങനെ വട്ടനെയാണ് അരിഞ്ഞെടുക്കുന്നത്. തക്കാളി ഇതാ ഇങ്ങനെ നടുക്കൊന്ന് മുറിച്ചിട്ട് പിന്നെ നീളനെ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ. തക്കാളി ഇടണത് എനിക്കിഷ്ടമൊന്നുമില്ല, പിന്നെ ചെറിയൊരു പുളിരസം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടുവെന്ന് മാത്രം കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, 1 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഇത്തിരി കൂടുതലാണ്, നൂഡിൽസ് നന്നായിട്ടൊന്ന് വെന്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്തിരി അധികം വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒന്നും കൂടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ നമ്മുടെ മസാലകൾ ഉണ്ടാവുമല്ലോ യപ്പി നൂഡിൽസിൻ്റെ ഉള്ളിൽ, ആ മസാലകൾ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇത് നമ്മുടെ മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ കൂടുതൽ ഒഴിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ആ നൂഡിൽസ് നന്നായിട്ടൊന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്പാടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ആയോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. അമ്പാടിക്ക് ഭയങ്കര വാശിയാണ് ചില സമയത്ത്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ചാൽ പ്രത്യേകിച്ചും അവ നമ്മുടെ ചുറ്റിപ്പറ്റി തന്നെ അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.